നമസ്കാരം. 2026 ഓഗസ്റ്റ് 13 ജനാധിപത്യ ഇന്ത്യയുടെ ശ്രീകോവിലായ ഇന്ത്യയുടെ പാർലമെന്റിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് പ്രസിഡന്റുമായ ശ്രീ മല്ലികാർജുൻ ഖാർഗെ വികാരധീനായി വിങ്ങിപ്പൊട്ടി. 2026 ഓഗസ്റ്റ് 8 ഉത്തരാഖണ്ഡിലെ ഹാന്ദ്വാനിയിലുള്ള രാംലീല മൈതാനിയിൽ താൻ പങ്കെടുത്ത പൊതുപരിപാടിയിലെ വേദിയും പരിസരവും തൻ്റെ സാന്നിധ്യത്താൽ അശുദ്ധമാക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് 2 ദിവസങ്ങൾക്ക് ശേഷം 2026 ഓഗസ്റ്റ് 10 ഗംഗാജലം ഉപയോഗിച്ച് ശുദ്ധീകരിച്ച് ശ്രീരാമസേന പ്രവർത്തകർ ഹോമം നടത്തി. ദളിതനായ ഞാനും ഇന്ത്യയിലെ ഭൂരിപക്ഷ ദളിത് സമൂഹവും അപമാനിക്കപ്പെട്ടു. ഇത് ശരിയായ തൊട്ടുകൂടായ്മയാണ്. ഇത് ഐത്താചരണമാണ്. ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. മതത്തിൻ്റെയും ജാതിയുടെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ജന്മസ്ഥലത്തിൻ്റെയും പേരിലുള്ള എല്ലാ തരത്തിലുള്ള വിവേചനങ്ങളും നിരോധിച്ചിരിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 15 തൊട്ടുകൂടായ്മയും ഐത്വവും പൂർണ്ണമായി നിരോധിച്ചിരിക്കുന്ന ആർട്ടിക്കിൾ 17 കൂടാതെ 1955 പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ് ആക്ടും 1989 SC/ST പ്രിവെൻഷൻ ഓഫ് അട്രോസിറ്റീസ് ആക്ടും നിലനിൽക്കുന്ന നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്താണ്, അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യത്താണ്, രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പ്രസിഡന്റുമായ ശ്രീ മല്ലികാർജുൻ ഖാർഗെ അപമാനിക്കപ്പെടുകയും ജാതീയ അധിക്ഷേപം നേരിടുകയും ചെയ്തിരിക്കുന്നത്. ഇത് രാജ്യത്തിന് തന്നെ അപമാനകരമായ ഒരു കാര്യമാണ്. സാമ്പത്തിക രംഗത്തെ തകർത്തും തൊഴിൽ രഹിതരുടെ എണ്ണം വർദ്ധിപ്പിച്ചും പ്രവേശന പരീക്ഷ നടത്തിപ്പുകളും മറ്റും തകർത്തും കർഷക ജനതയെ ഇല്ലാതാക്കിയും നീതിക്ക് വേണ്ടി പോരാടുന്ന ഇന്ത്യൻ യുവതയെ തെരുവിലിട്ട് തല്ലിച്ചതച്ചും അഴിമതിയും മട്ടിമറികളും നടത്തി ഭരണം പിടിച്ചും വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിച്ചും രാജ്യത്തെ വിറ്റുമുടിച്ചും ഇന്ത്യയെ ഹിന്ദുത്വവൽക്കരിക്കുക എന്ന അപ്രഖ്യാപിത ലക്ഷ്യത്തോടെ മാത്രം പ്രവർത്തിക്കുന്ന വികസിത് ഭാരത് സൃഷ്ടിക്കുന്ന സർക്കാരിന്റെ ശിരസിൽ ഒരു പൊൻതൂവൽ കൂടി ചാർത്തി കൊടുത്തിരിക്കുകയാണ് ഇവിടുത്തെ ശ്രീരാമസേന. ഇരയായതാകട്ടെ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ദളിത് നേതാക്കളിൽ ഒരാളായ ശ്രീ മല്ലികാർജുൻ ഖാർഗെ. നമ്മളൊന്ന് കണ്ടു നോക്കണം. കർണാടകയിലെ ബിഹാർ ജില്ലയിൽ വാരവട്ടിയിലെ ദളിത് കുടുംബത്തിൽ 1942 ജനിച്ചു. 6 വർഷങ്ങൾക്ക് ശേഷം ഹൈദരാബാദ് നിസാമിന്റെ സ്വയം സേവകർ നടത്തിയ തീവെപ്പിൽ അമ്മയും പെങ്ങളും കൊല്ലപ്പെട്ടു. സാമൂഹിക വ്യവസ്ഥതകളോടും അടിച്ചമർത്തലുകളോടും വർണ്ണവിവേചനങ്ങളോടുമൊക്കെ പോരാടി നേടിയ വളർച്ച 1972 മുതൽ കർണാടക നിയമസഭാ അംഗം, സംസ്ഥാന ആഭ്യന്തര മന്ത്രി സ്ഥാനമടക്കമുള്ള മന്ത്രി പദവികൾ, 2009 മുതൽ പാർലമെന്റ് അംഗം, 2ാം UPA സർക്കാരിൽ റെയിൽവേ തൊഴിൽ വകുപ്പ് മന്ത്രിയായി പ്രശോഭിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 61ാമത്തെ പ്രസിഡന്റ്, നിലവിൽ രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിന് പോലും രക്ഷയില്ലാത്ത ഇന്ത്യ. ജാതീയ വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളുകയാണ്. ഇപ്പോഴും ഇന്ത്യയിലെ ദളിതരെയും അവർണരെയും അംഗീകരിക്കാൻ സാധിക്കാത്ത വരേണ്യവർഗം വർഗീയ വിഷം ജാതീയതയിൽ കലർത്തി ഇന്ത്യ മുഴുവൻ വിതരണം ചെയ്തുകൊണ്ടിരിക്കുക. ഈ വരേണ്യ തീവ്രവാദ വർഗത്തിന് എന്ത് ഭരണഘടന, എന്ത് നിയമവ്യവസ്ഥകൾ? ഹിന്ദുത്വ തീവ്രവാദത്തെ പുൽകാത്തവരെല്ലാം ഹിന്ദു വിരുദ്ധരാണെന്നാണ് ശ്രീരാമസേനക്കാർ മാധ്യമങ്ങളോട് അടുത്ത കാലത്ത് പറഞ്ഞത്. മനുഷ്യത്വവും തുല്യതയുമാണ് ഏറ്റവും വലിയ ലോകത്തിലെ മതം എന്ന സത്യം ഈ വർഗത്തെ ആരിനി പറഞ്ഞു പഠിപ്പിക്കും? ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന നീതിയും സ്വാതന്ത്ര്യവും സമത്വവും സഹോദരത്വവും ഒക്കെ ഇവർ വലിച്ചെറിയുകയാണ്. ചാതുർവർണ്ണത്തിൽ അടിസ്ഥാനമിട്ട വർണ്ണ വ്യവസ്ഥതയുടെ നരകക്കൂട്ടിലേക്ക് ജാതി കൂടി എത്തിയതോടെ ചാതുർവർണ്ണത്തിന് പുറത്തുള്ള അടിച്ചമർത്തപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട പീഡിത ദളിത് ആദിവാസി ചണ്ടാള സമൂഹം വരേണ്യവർഗത്തിന് തൊട്ടുകൂടാത്തവരായി. ഇതൊരു ജനതയുടെ മനോരോഗമാണ്. അടിയന്തര ചികിത്സ വേണ്ടുന്ന മാരക രോഗമാണത്. ഇതിനെ ചികിത്സിച്ചേ പറ്റൂ. സാമൂഹിക ബഹിഷ്കരണങ്ങൾ, ശാരീരിക ആക്രമണങ്ങൾ, വിദ്യാഭ്യാസ നിഷേധം, അവകാശ നിഷേധം തുടങ്ങിയ അടിച്ചമർത്തലുകളിൽ ഗതികെട്ട ഒരു ജനത ഏതെങ്കിലും ഒരു നിമിഷം ഒന്നാകെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ തീരുമാനിച്ചാൽ അതിനെ തടയിടാൻ ഈ രാജ്യത്തെ 2-3% മാത്രം വരുന്ന വരേണ്യവർഗത്തിന് അല്ലെങ്കിൽ സാമ്പത്തിക അധികാര വർഗത്തിന് ഒരിക്കലും പറ്റാതെ വരുമെന്നത് ഇന്നിന്റെ യാഥാർത്ഥ്യമാണ്. ഭരണഘടനയെ പരസ്യമായി ലംഘിക്കുന്ന ഈ കാട്ടാളന്മാർക്കെതിരെ എന്ത് നടപടിയാണ് ഇതുവരെ എടുത്തിട്ടുള്ളത്? അവർ ഇന്ത്യയുടെ ഭരണഘടനയെ വ്യവസ്ഥരായി നഗ്നരാക്കി നിർത്തിയിട്ടും അത് കാണാൻ പറ്റാത്ത വിധം അന്ധരായി നമ്മുടെ ഭരണകർത്താക്കൾ. ഇന്ത്യയിൽ തൊട്ടുകൂടായ്മയും ഐത്വവും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇത് നാളെയും തുടരും. കാരണം അത് ഹിന്ദുത്വത്തിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഹിന്ദുത്വം നിലനിൽക്കണമെങ്കിൽ അടിമത്തം അത്യാവശ്യമാണ്.
അടിമത്തം നിലനിൽക്കണമെങ്കിലാകട്ടെ ചാതുർവർണ്ണ വ്യവസ്ഥകൾ അടിച്ചേൽപ്പിക്കപ്പെടണം. ശ്രീ മല്ലികാർജുൻ ഖാർഗെ പാർലമെന്റ് നിലവിളിച്ചത് അദ്ദേഹത്തിന് വേദന ഉണ്ടായതുകൊണ്ട് മാത്രമല്ല, താൻ അംഗമായിരിക്കുന്ന ദളിത് സമൂഹം നിരന്തരം വേട്ടയാടുന്നതിൽ മനംനൊന്താണ്. 2025 ഡിസംബർ മാസത്തിൽ മധ്യപ്രദേശിലെ റൈസൺ ജില്ലയിൽ ഉദയപുരയിൽ ഭരദ്രാജ് എന്ന വ്യക്തി ഒരു ദളിതന്റെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ അദ്ദേഹം നോൺ ദളിത് കുടുംബമാണ്, ദളിതനല്ലാത്ത കുടുംബമാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ പഞ്ചായത്ത് അദ്ദേഹത്തെ ബ്രാൻഡ് ചെയ്ത് മുദ്രകുത്തി ആ കുടുംബത്തിന് സോഷ്യൽ ബോയ്ക്കോട്ട് പ്രഖ്യാപിച്ചു. എന്നിട്ട് പറഞ്ഞെന്താണെന്നറിയോ? അവരുടെ വിധിന്യായത്തില് ഈറ്റിംഗ് ഫുഡ് അറ്റ് എ വാൽമീകി അല്ലെങ്കിൽ ദളിത് ഫാമിലീസ് ഹൗസ് ഈസ് എ സിൻ എന്ന് പറഞ്ഞ ഒരു ദളിതന്റെ കുടുംബത്തിൽ, ഒരു വാൽമീകിയുടെ കുടുംബത്തിൽ ഭക്ഷണം കഴിക്കുന്ന പാപമാണെന്നാണ് അന്ന് പഞ്ചായത്ത് വിധി എഴുതിയത്. അന്ന് നമ്മളാരും ഒന്നും മിണ്ടിയില്ല. 2025 സെപ്റ്റംബറിൽ തമിഴ്നാട്ടിലെ തിരുവാരൂരിൽ ദളിത് സമൂഹം താമസിക്കുന്ന ഒരു സ്ഥലത്തിനടുത്ത് ഹൗസിംഗ് കോളനി സ്ഥാപിക്കുന്നതിനായി ദളിത് വീടുകൾക്ക് ചുറ്റും വലിയ ജാതി മതിൽ കെട്ടി വേർതിരിച്ച് നിർത്തിയത് ലോകം ഞെട്ടലോടെ കണ്ടു. അപ്പോഴും നമ്മളൊന്നും മിണ്ടിയില്ല. കുതിരപ്പുറത്ത് കല്യാണത്തിന് വന്ന പ്രശാന്ത് സോളങ്കി എന്ന് പറയപ്പെടുന്ന ദളിത് യുവാവിനെ വരേണ്യവർഗ്ഗക്കാർ കൂട്ടത്തോടെ മർദ്ദിച്ചത് 2026 ജൂൺ 17 അപ്പോഴും നമ്മളൊന്നും മിണ്ടിയില്ല. അമ്പലത്തിൽ ഒരു പരിപാടി പങ്കെടുക്കുമ്പോൾ മുതിർന്ന ജാതിക്കാരുടെ മുമ്പിൽ കാലിന്മേൽ കാല് കയറ്റി വെച്ചു എന്ന് പറഞ്ഞ ക്രോസ് ലെഗ് വെച്ചു എന്നതിന്റെ പേരിൽ തെക്കൻ തമിഴ്നാട്ടിൽ ഒരു ദളിത് യുവാവിനെ തല്ലിക്കൊന്നപ്പോഴും നമ്മളെല്ലാം നിശബ്ദരായിരുന്നു. പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമത്തിൽ ഉന്നത ജാതിക്കാർ കുളിക്കുന്ന ഒരു കിണറ്റിൽ കുളിച്ചതിന്റെ പേരിൽ 3 ദളിത് ബാലന്മാരെ പിടിച്ച് വ്യവസ്ഥരാക്കി അടിച്ച് നഗ്നരാക്കി പരേഡ് നടത്തിയപ്പോഴും നമ്മൾ മിണ്ടിയില്ല. ഗുജറാത്തിലാകട്ടെ ലെതറിന്റെ ഒരു ഷൂസ് ഇട്ടതിന്റെ പേരിൽ മഹേഷ് എത്തോട് എന്ന് പറയപ്പെടുന്ന 13 വയസ്സുകാരൻ ദളിത് ബാലൻ സമാനതകളില്ലാത്തൊരു പീഡനങ്ങളാണ് നേരിട്ടത്. ആ സമയത്തും നമ്മൾ നിശബ്ദനായിരുന്നു. എന്തിനേറെ, ഫേസ്ബുക്കിൽ തന്റെ പേരിനൊപ്പം വരേണ്യ വിഭാഗത്തിന്റെ സ്ഥാനപ്പേരായ സിൻഹ എന്ന ഉപനാമം കൂട്ടിച്ചേർത്തതിന് മൗലിക് യാദവ് എന്ന യുവാവ് അതിക്രൂരമായി ആക്രമിക്കപ്പെട്ടപ്പോഴും നമ്മളൊന്നും മിണ്ടിയില്ല. കാരണം ഇതൊക്കെ കണ്ടും കേട്ടും വേദനിച്ച് മനസ്സ് മരവിച്ച് തകർന്നിരിക്കുമ്പോൾ തനിക്ക് പോലും രക്ഷയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഗതികെട്ടപ്പോഴാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ ഈ വരേണ്യ വർഗത്തിന് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്ന ഭരണകൂട ഭീകരന്മാരുടെ മുമ്പിൽ നിന്ന് അദ്ദേഹം അലറിപ്പറഞ്ഞത് യു മെയ്ഡ് മീ ഫീൽ ദി സ്റ്റിംഗ് ഓഫ് അൺടച്ചബിലിറ്റി എന്ന്. അതായത് അയിത്തത്തിന്റെ തൊട്ടുകൂടായ്മയുടെ നീറ്റൽ നിങ്ങൾ എന്നെ കൊണ്ട് അനുഭവിപ്പിച്ചു എന്ന്. സ്വന്തം ദേശത്തെ, സ്വന്തം ഗ്രാമത്തിലെ കിണറും പൊതുസ്ഥലങ്ങളും സൗകര്യങ്ങളും ഉപയോഗിക്കാൻ അനുവാദമില്ലാത്ത ഒരു ജനത, പഠിക്കുവാൻ സ്കൂളും പഠിപ്പിക്കുവാൻ അധ്യാപകരും കഴിക്കുവാൻ ഭക്ഷണവും ലഭിക്കാത്ത കോടിക്കണക്കിന് കുട്ടികളുള്ള രാജ്യം, സ്വാതന്ത്ര്യം കിട്ടി 80 വർഷമായിട്ടും ഇവിടുത്തെ ദളിതരോടും അധകൃതരോടും ഇന്നും പഴയ മാടമ്പി നിലപാട് തുടരുന്ന ഒരു സമൂഹം കഴിഞ്ഞ 10-12 വർഷക്കാലത്തെ പ്രത്യേകിച്ചുള്ള ഭരണം കൊണ്ട് അയിത്തവും തൊട്ടുകൂടായ്മയും കൂടിയതല്ലാതെ കുറഞ്ഞിട്ടേയില്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഉദ്യോഗസ്ഥ ഭരണ രാഷ്ട്രീയ തലങ്ങളിലെ വരേണ്യവർഗത്തിന്റെ മേൽക്കോയ്മയാണ്. 2, നീതിപീഠത്തിന്റെ ഉറക്കം നടിക്കില്ല. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓണറബിൾ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ശ്രീ രാംദാസ് അധ്വാല രാജ്യസഭയിൽ ശ്രീ സഞ്ജയ് സിംഗ് MP-യുടെ ചോദ്യത്തിന് എഴുതി നൽകിയ മറുപടി നമ്മളെല്ലാം ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിലെ 97% അൺടച്ചബിലിറ്റി കേസുകളും പെൻഡിംഗ് ആണ്. 1955 PCR ആക്ട് അനുസരിച്ച് കുറ്റപത്രം കൊടുത്ത 1242 കേസുകൾ നിലവിൽ പെൻഡിംഗ് ആണ്. 2022 31 കേസുകൾ വിധി പറഞ്ഞപ്പോൾ 30 എണ്ണത്തിലും പ്രതികളെ വെറുതെ വിട്ടു. ഒരെണ്ണം മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. ഇനി മറ്റൊന്ന് 1989 SC/ST ആക്ട് അനുസരിച്ച് എടുക്കപ്പെട്ട കേസുകളുടെ കാര്യം നമ്മൾ നോക്കിയാൽ ഇതിലും വിചിത്രമായ ചില കാര്യങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. 2020 45,995 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടപ്പോൾ കുറ്റപത്രം നൽകിയത് 36,178 കേസുകളിൽ മാത്രമാണ്. 2023 53,372 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. 2024 48,669 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ശിക്ഷിക്കപ്പെട്ട കേസുകളുടെ എണ്ണമാണ് നമ്മൾ നോക്കേണ്ടത്. 2020 4,855 കേസുകൾ മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത്. 2023 7,884 കേസുകൾ. 2024 5,192 കേസുകൾ. ഇനി 2025 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഉള്ളിലെ
വിവിധ കോടതികളിലായി പെൻഡിങ്ങിൽ കിടക്കുന്ന SC/ST കേസുകൾ എത്രയാണെന്നറിയോ? 3,07,355 കേസുകൾ. പ്രിയമുള്ളവരെ, പിന്നെ എവിടുന്നാണ്, എങ്ങനെയാണ് സാധാരണ ജനത്തിന് നീതി ലഭിക്കുക? എങ്ങനെയാണ് അധിക്ഷേപങ്ങളും തൊട്ടുകൂടായ്മയും ഐത്യമൊക്കെ ഉണ്ടാകാതിരിക്കുക? നീതിപീഠങ്ങൾ ഉണർന്നെഴുന്നേറ്റേ പറ്റൂ. അവർ നടിക്കുന്ന ഉറക്കം നടിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ ഉണർന്നേ പറ്റൂ. മൂന്നാമതായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്രൈസ്തവ മിഷണറി പ്രവർത്തനങ്ങളുടെ മെല്ലെപ്പോക്കാണ്. ഇന്നത്തെ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നതിൽ ക്രൈസ്തവ മിഷണറിമാർ വഹിച്ച പങ്ക് നമുക്കൊന്നും വിവരിക്കാൻ പറ്റാത്തതാണ്. അവർ മനുഷ്യരായി കാണാൻ പഠിപ്പിച്ചു. എല്ലാവരും ദൈവത്തിന്റെ മക്കളാണെന്ന് പഠിപ്പിച്ചു. എല്ലാവർക്കും ഒരേപോലെ വിദ്യാഭ്യാസവും ചികിത്സയും നൽകി. എല്ലാവരെയും ഒന്നിച്ചിരിക്കാനും ഒരുമിച്ച് ഒരേ വേദി പങ്കിടാനും പഠിപ്പിച്ചു. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭരണ തലങ്ങളിലേക്ക് പാവപ്പെട്ടവരെയും ആദിവാസികളെയും ദളിതരെയും ഉന്നതകുല ജാതരോടൊപ്പം കൈപിടിച്ചുയർത്തി ഈ നാട്ടിൽ നിലനിന്നിരുന്ന തൊട്ടുകൂടായ്മയ്ക്കും ഐത്തത്തിനും അനാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കുമെതിരെ അവർ ധീരതയോടെ പോരാടി. ഫലമോ ഇന്നത്തെ ഇന്ത്യ രൂപപ്പെട്ടു. ഒരു ഉദാഹരണം മാത്രം പറയാൻ ആഗ്രഹിക്കുക. ഇന്ത്യയിൽ സതി എന്ന ദുരാചാരം നിയമം മൂലം നിരോധിക്കപ്പെടുന്നത് 1829. അതിന് നേതൃത്വം കൊടുത്ത രാജാറാം മോഹൻ റായ് ജനിക്കുന്നത് 1772. രാജാറാം മോഹൻ റായ് ജനിക്കുന്ന 1772 173 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്ത് 1599 ഉദയംപേരൂർ എന്ന സ്ഥലത്ത് വെച്ച് ഉദയംപേരൂർ സൂനകദോസ് നടക്കുന്നത്. ആ സൂനകദോസിൽ വെച്ച് സതി നിർത്തലാക്കി ഉത്തരവ് ഇറക്കിയിരുന്നു. അതായിരുന്നു ക്രൈസ്തവ സമൂഹം ഈ നാടിന് ചെയ്ത നന്മകൾ. ഇന്ന് ഇന്ത്യയിലെ ക്രൈസ്തവ സഭയ്ക്കും മിഷണറിമാർക്കും ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമെതിരെ ഇന്ത്യയിൽ സംഘപരിവാരങ്ങളും തീവ്ര ഹിന്ദുത്വ തീവ്രവാദികളും നിരന്തരം ആക്രമണം നടത്തുന്നതിന് പുറകെയുള്ള കാരണം മറ്റൊന്നുമല്ല. ക്രൈസ്തവ സഭയിലൂടെയും ക്രൈസ്തവ മിഷണറിമാരിലൂടെയും ഇന്ന് ഇന്ത്യയുടെ ഗ്രാമാന്തരങ്ങളിൽ നടക്കുന്ന ദളിതരുടെയും ആദിവാസികളുടെയും പിന്നോക്കക്കാരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും ഉന്നമനത്തെയാണ് ഇക്കൂട്ടർ ഭയപ്പെടുന്നത്. അവരുടെ ഉന്നമനം വർണ്ണവ്യവസ്ഥിതികളെ പൊളിച്ചേറിയുമെന്ന് അവർക്കറിയാം. അത് സംഭവിച്ചാൽ ഈ നാട്ടിലെ ഐത്തവും തൊട്ടുകൂടായ്മയും അനാചാരങ്ങളും ഇല്ലാതാകും. അത് ഈ നാട്ടിലെ അടിമത്തത്തെ ഇല്ലാതാക്കും. അടിമത്തം ഇല്ലാതായാൽ ഹിന്ദുത്വം എന്ന സ്വപ്നം അവസാനിക്കും. ഈ ഒരു ഭയമാണ് ക്രൈസ്തവ സമൂഹത്തിനെതിരെയും ദളിത് സമൂഹത്തിനെതിരെയും ശക്തമായി നീങ്ങുവാൻ ഇന്നും വരേണ്യവർഗത്തെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇതിനെ ജനാധിപത്യ ഇന്ത്യ ജനാധിപത്യമായ രീതിയിൽ നേരിടുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവുമില്ല. ഐത്യത്തിന്റെ തൊട്ടുകൂടായ്മയുടെ നീറ്റൽ നിങ്ങൾ എന്നെ കൊണ്ട് അനുഭവിപ്പിച്ചു എന്ന് ഇനിയൊരാളും ഈ നമ്മുടെ ഇന്ത്യയിൽ പറയാൻ നാം ആയിട്ട് അനുവദിച്ചുകൂടാ, നാം അനുവദിക്കരുത്.